ബേബി വേണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളത് ആർക്കാ? പ്രവീൺ ആൻഡ് മൃദുവിന്റെ ജൂനിയറിനെ കുറിച്ചുള്ള പ്ലാൻ എന്താ? മീൻ ബേബി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത് ഗൈസ്. ഗൈസ് ഗുഡ് മോർണിംഗ്. എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. എനിക്കെന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതെനിക്ക് ആരെന്തെങ്കിലും വിളിച്ച് പറയണം. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഇത് എന്നെ കൊടുക്കാൻ പോവാം. അപ്പോൾ ആൾ താഴെയാന്ന് തോന്നുന്നു. അതാ ഞാൻ പതിയെ കാര്യം പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്നുകൊണ്ട് എന്തായാലും റിയാക്ഷൻ എനിക്കറിയില്ല. എന്ത് ചെയ്യുന്നു? അവല് എന്നെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും സഹായിച്ചൂടെ? വാ, എനിക്ക് ഒരു ചായ ഇട്ട. നോക്ക്, നോട്ടം നോക്കിയാണ്. മുട്ടായ വേണ്ട. ബിരിയാണി വെച്ച് എന്ന് കഴിയുമ്പോ ആള് മാറിയ മാറ്റം കണ്ടോ? കൈ നീട്ട്. കൈ നീട്ടാതിയോ? കന്നഡ കന്നഡ മനസ്സിലായോ? കുഴപ്പം 2 മാസമല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അയ്യോ, ഞാൻ അച്ഛനാകാൻ പോണ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്ത് നോക്കാം. പീരീഡ്സ് നമുക്ക് ലേറ്റ് ആയിട്ടായിരുന്നു. മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു എനിക്ക്. ഞാൻ കറക്റ്റുള്ള പീരീഡ്സ് ഡേറ്റ് എനിക്ക് കറക്റ്റ് അറിയാം. മാസം ഇങ്ങനെ മുടങ്ങിയപ്പോഴേ എനിക്ക് ചെറിയൊരു എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീ ഇതൊക്കെ നോക്കിയിരുന്നാലും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ നോക്കൂടാ, എനിക്ക് നിന്റെ എല്ലാ കാര്യവും അറിയാം. എല്ലായിടത്തും പറയുന്നുണ്ട്. ആണ് എല്ലായിടത്തും പറയും. എല്ലാരും ഞെട്ടിക്കണം. കൊച്ചൊക്കെ ഉറക്കമാണ് കഴിച്ചത്. എന്ത് എങ്ങനെ ഞാൻ എല്ലായിടത്തും പറയുന്നു. അതൊക്കെ നിന്റെ അച്ഛൻ്റെ ഒക്കെ അടുത്തൊക്കെ പറയും. എനിക്ക് നിന്റെ അടുത്ത് പറയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഇനി നിന്റെ ഡ്യൂട്ടി എല്ലായിടത്തും പറയുന്നത്. ഞാൻ രക്ഷപ്പെട്ടു. നീ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ചെയ്യുന്നിട്ട് എല്ലായിടത്തും പറയാം ഹാപ്പി ന്യൂ. നിങ്ങളും ഹാപ്പി ആയെന്ന് വിചാരിക്കും. എനിക്കറിയില്ല, ഞാനിപ്പോൾ വേറെ ഏതോ ലോകത്താണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അമ്മ ഭയങ്കര ഹാപ്പിയും. എല്ലാവരും ഇപ്പം അമ്മയും കൂടി ഇല്ല, അമ്മ വീട്ടിലാണ്. നമുക്കിപ്പം നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ചെയ്തിട്ട് അമ്മയുടെ അടുത്തും കൊച്ചിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും എവളെ വീട്ടിലും തെമ്മലയിലും പോയി എല്ലാവരുടെ അടുത്തും പറയാം. അതിന് നമുക്ക് കൺഫേം ചെയ്യാം. സീരിയസ് ഇത് കൺഫേം ചെയ്യണമല്ലോ. ഈ കളർ ഇത്ര കളറാണ് എടുത്തോളൂ അല്ലേ? സി അല്ലേ? അല്ല, ടി ആണ്. ടി ആണ് വരാൻ പാട്. എത്ര ആദ്യം സി ഓൾറെഡി എല്ലാത്തിലും വരും. നെഗറ്റീവ് ആകുമ്പോൾ സി വരുന്നത്. ഈ ടി ഇങ്ങനെ വരാനുള്ള പാട്. പക്ഷെ അമ്മച്ചി ആവാൻ പോകണോ നീ? ഇതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഓക്കെ, ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് വരാം. ഇത് നമുക്ക് നമ്പാൻ പറ്റത്തില്ലല്ലോ.
ചില കേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എവള് ഇനി ഞങ്ങള് 2 നമ്മള് 3 9 മാസം കഴിഞ്ഞ് നമ്മള് 3 ആശുപത്രിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ഇനിയിപ്പം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല, അത് നാളെ പോയി കാണാം. അപ്പോൾ ഇന്നല്ലാതെ പ്രഗ്നൻസി നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ, കൺഫേം ചെയ്യാം. നാളെ നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. ദൈവമേ എല്ലാം നല്ലോണം നടക്കണം, നിങ്ങളെയും പ്രാർത്ഥിക്കണേ. അപ്പോൾ വാ സംഭവം നമ്മള് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം സംഭവം പക്ക പോസിറ്റീവ് ആണ്. അവിടുന്ന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നാളെ ഇന്ന് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല. നാളെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകും കേട്ടോ. അയ്യോ ആദ്യം ഒരു ടെൻഷൻ ഉണ്ട്, കാരണം നമുക്ക് അറിഞ്ഞൂടല്ലോ ഇതിലെങ്ങനെ റിസൾട്ട് വരുന്നതെന്ന്, ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നതെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഇതില് ചെറിയൊരു ലൈൻ അപ്പൊ പറഞ്ഞു ടെസ്റ്റ് നമുക്ക് ആ ഒരു വര അങ്ങനെ കാണിക്കുള്ളൂ. അല്ല നമ്മൾ 2 വരയില് കാണിക്കുന്നത്, അതിന് തുറന്ന് വെച്ച് ഫെയ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഫെയ്ഡ് മറ്റേ കളറിന്റെ അത്ര കൺട്രോളർ അല്ലേ, കൺട്രോളറിന്റെ അത്ര കളർ ടെസ്റ്റിന്. അപ്പം അവര് പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അത് ഇച്ചിരി ഫെയ്ഡ് ആയിട്ടേ വരത്തുള്ളൂ, ഭയങ്കര കളറായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, അതെന്താ അങ്ങനെ വരുന്നേ, അല്ലെങ്കിൽ ചിലപ്പം ഒരെണ്ണം കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ലാബില് ചേച്ചി പറഞ്ഞു അടിപൊളിയാണ്, പോസിറ്റീവ് ആണ്, വീക്ക് ഒന്നുമല്ല, നല്ല പോസിറ്റീവ് ആണ്, അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരു നമുക്ക് ഇനി 100,000 ഡൗട്ടുകളാണ്, നമുക്ക് എല്ലാ ടെൻഷനും ഡൗട്ടുകളും ആകെ, അതാണ് പ്രശ്നം. അപ്പൊ എന്തായാലും നാളെ നമുക്ക് രാവിലെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണാം. ഇന്ന് എവിടെയെങ്കിലും അപ്പോയിന്റ്മെന്റ് ഉണ്ട്, മീൻസ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ, അങ്ങനെയാണ് ഇന്ന് തന്നെ നമുക്ക് നോക്കാം. ഇനി നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഭയങ്കര ഹാപ്പി ആയി സീരിയസ്ലി. എനിക്ക് സംസാരിക്കാനൊന്നും ഇങ്ങനെയൊന്നും അറിയത്തില്ല, ഒരു വേറൊരു ഫീലിങ്സ് ആണ്. നമ്മളൊരു എന്താ ഒരു ഫാമിലി, ഒരാള് വരുമ്പോ അല്ലെങ്കിൽ ഒരു അച്ഛനാവാൻ പോകുന്നു, നമ്മളുടെ പേരന്റ് ആവാൻ പോകുന്നൊക്കെ എനിക്ക് അത് പെട്ടെന്ന് അങ്ങനെ ആവുമ്പോ നമുക്കൊരു വേറൊരു ഫീലിൽ നിക്കുന്നേ. ഇനി മൃദുലെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം, മൃദുലേക്ക് ഇനി ഡാൻസ് കളിക്കാനൊന്നും ഇപ്പോഴൊന്നും പറ്റില്ല. അത് കറക്റ്റ് ആ ലാബിലെ ചേച്ചി പറയാണേ, ഇനിയിപ്പോ റീൽസ് ഒക്കെ കുറയില്ല. കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു ചേച്ചിക്ക് മിഠായി പിന്നെ അമ്മയും അച്ഛനും വീട്ടിലില്ല, അതാണ് ഏറ്റവും വലിയൊരു സങ്കടം നമുക്ക്. അത് പക്ഷെ അവര് വരുമ്പോ അറിയിക്കാം. കൊച്ചുവിന്റെ അടുത്ത് ആദ്യം നമ്മളിപ്പോ കൊച്ചുവിന്റെ അടുത്താ പറയാൻ പോകാം, കൊച്ചുവിനെ നമുക്ക് മുട്ടായി ആദ്യം കൊണ്ട് കൊടുക്കാം. അപ്പൊ അത് ചോദിക്കില്ല എന്തിനാന്ന് ചോദിക്കണോ, എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അവൻ്റെ അടുത്ത്. എനിക്ക് നിന്റെ അടുത്ത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഭയങ്കര ഇതായിരുന്നു, പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞോളാൻ വയ്യായിരുന്നു പറഞ്ഞു. സോ ഹാപ്പി ഗായ്സ്, അങ്ങനെ നമ്മളൊരു അച്ഛനും അമ്മയാവാൻ പോകുന്നു. ഇനി പട്ടി വന്നേ ആദ്യമേ ഇതൊക്കെ എടുത്തടി കണ്ടടിയവേ, ഞാൻ വന്ന് കണ്ടില്ലേ ഗൈസ്, ഞാൻ അത് മാറ്റിയത് ഞാൻ കണ്ടു. രണ്ടുപേരെ ഒന്നും എന്തരാ പൊട്ടൻ അറിയുന്നില്ല എന്തിനാ ഈ അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതെടുത്ത് വായിച്ചു നോക്ക്. ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു സൈലന്റ് ആയിട്ട് വന്നിട്ട് ആദ്യമേ വന്നിട്ട് ബാഗ് എടുത്ത് മാറ്റിയപ്പോ ഈ സാധനം 2 എണ്ണം പക്ഷെ നമ്മൾ അവനെ വന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇനി മൃദുല ഡാൻസ് ഇല്ല. പ്രവീൺ അങ്ങനെ തന്തയാവാൻ പോകുന്ന ഞാൻ വേണ്ട ഇങ്ങോട്ട് തരാൻ. അയ്യേ അവിടെ ആദ്യം അണ്ണാക്കൊക്കെ തുറന്നോണം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കൊച്ചനായി ഗൈസ്. ഇത്ര പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്താ? ഇല്ലില്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാരും ചോദിക്കുമല്ലായിരുന്നാ എവിടെ ബേബി, എവിടെ ബേബി, എവിടെ? ഒരു മാസം തികഞ്ഞതിന് മുന്നേ ചോദിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ചോദിച്ചു തുടങ്ങി ഇവിടെ ആൾക്കാർ ഓരോരുത്തര്. അമ്മയുടെ പറഞ്ഞു ആരും അറിഞ്ഞത്, നീയാ ഫസ്റ്റ് അറിയുന്ന. അമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞാൽ മതി, ഇവിടെ വന്നിട്ട് പറയാം. Mom to be, dad to be അല്ലേ?
നമ്മള് ഡോക്ടറെ ഒന്നും കണ്ടില്ല. നമ്മളിന്ന് ഡോക്ടറെ നാളെ പോയി ഗൈനക്കോളജിനെ പോയി കാണണം. എനിക്ക് കഴിക്കേണ്ട ഇവക്ക് കുറച്ച് വൈറ്റമിൻസ് കഴിച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെയൊക്കെ സപ്ലിമെന്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ട്. എടാ എനിക്ക് സർപ്രൈസ് ആവണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആദ്യമേ കണ്ടാ. ഞാൻ കണ്ടു, ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരുന്നപ്പോ ഇവൻ വന്നിട്ട് ബാഗ് മാറ്റിയപ്പോ സംഭവം ഇത് ഇരിക്കണ രണ്ട് മറ്റേ സാധനത്തിന് എവന്റെ സർപ്രൈസ് ചോക്ലേറ്റ് ഇരിക്കണം. ഞാനേ അത് മറച്ചു വെച്ചിട്ടാ പോയത്. എനിക്കറിയാം ഇറങ്ങി വരും, മിണ്ടാതെ എനിക്ക് ഇറങ്ങി വരുന്നത്. അമ്മ ഞാനൊരു അച്ഛനാവാൻ പോവാ. നമ്മൾ മൃദുലയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ.